തൻ്റെ അമ്മ മറ്റൊരു സ്ത്രീയാണെന്നറിഞ്ഞ് നികേഷ് ഏട്ടന്മാരുടെ മുമ്പിൽ പൊട്ടിക്കരയുകയാണ്. അതെല്ലാം പഴയ കഥയല്ലേടാ, അതൊക്കെ വിട്ടേക്ക്. അതറിഞ്ഞിട്ട് ഇനി നീ എന്ത് ചെയ്യാനാ? അതൊന്നും നീ കാര്യമാക്കി എടുക്കണ്ട. എനിക്കെന്നും നീ എൻ്റെ അനിയൻ തന്നെയാ. സത്യം അറിഞ്ഞുകൊണ്ട് ഒന്നും മാറാൻ പോകുന്നില്ലല്ലോ എന്നും പറഞ്ഞ് സുഭാഷ് ഏട്ടൻ നികേഷിനെ ആശ്വസിപ്പിക്കുന്നുണ്ട്. അതെ, ഏട്ടൻ പറഞ്ഞതുപോലെ ഈ സത്യം അറിഞ്ഞാലും നമ്മുടെ ജീവിതത്തിൽ മാറ്റമൊന്നും വരാൻ പോകുന്നില്ലടാ. ഞങ്ങൾക്കിത് കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല. നീ ഒന്ന് കരച്ചിൽ നിർത്തിക്കേ. ഇതെന്താ കൊച്ചു പിള്ളേരെ പോലെ നീ കരയുന്നേ എന്നൊക്കെ പറഞ്ഞ് സുധീഷും അവനെ ആശ്വസിപ്പിക്കാൻ തന്നെ നോക്കുന്നുണ്ട്. അപ്പോൾ നികേഷ് കരഞ്ഞോണ്ട് തന്നെ പറയുന്നുണ്ട്, ഏട്ടാ ഇത് എന്നെ കൊണ്ട് താങ്ങാൻ പറ്റുന്നില്ല ഏട്ടാ. എന്നാൽ ഈ സത്യം നിങ്ങൾ ഇത്ര നാളും എന്നിൽ നിന്ന് മറച്ചു വെച്ചല്ലോ എന്നും പറഞ്ഞുകൊണ്ട് തന്നെ അവൻ പൊട്ടിക്കരയുകയാണ് കേട്ടോ, സുഭാഷ് എന്നെ കെട്ടിപ്പിടിച്ചുകൊണ്ട് തന്നെ. ആ സമയത്ത് സുധീഷ് പറയുന്നുണ്ട്, നിധി കണ്ടില്ലേ, ഈ സത്യം അവൻ ഒരിക്കലും അറിയരുതെന്ന് വിചാരിച്ചതാ. അമ്മയെ കൊന്ന് അച്ഛൻ ജയിലിലേക്ക് പോയിട്ട് കുറച്ച് നാൾ കഴിഞ്ഞാൽ തിരിച്ചു വന്നത്. വന്ന ഉടൻ അച്ഛൻ ഞങ്ങളെ ഉപേക്ഷിച്ച് ബാഗൊക്കെ എടുത്ത് വീണ്ടും ഇറങ്ങിപ്പോയി. കുറേ നാളത്തേക്ക് പിന്നെ അച്ഛൻ്റെ ഒരു വിവരവും ഇല്ല. അച്ഛൻ ഇനി ഒരിക്കലും തിരിച്ചു വരില്ലെന്ന് കരുതിയിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് ഒരു ദിവസം അച്ഛൻ വീണ്ടും ഇങ്ങോട്ടേക്ക് തിരിച്ചു വന്നത്. അയാൾ വരുമ്പോൾ കൂടെ നികേഷും അവൻ്റെ അമ്മയും കൂട്ടിക്കൊണ്ടാ വന്നത്. നികേഷ് അപ്പോൾ കൈക്കുഞ്ഞായിരുന്നു. അച്ഛൻ്റെ കൂടെ വന്ന ആ സ്ത്രീ ആര്? അവർ തമ്മിൽ എത്ര നാളത്തെ പരിചയമുണ്ട്? ആ സ്ത്രീയെ അച്ഛൻ കല്യാണം കഴിച്ചതാണോ അതോ എന്തെങ്കിലും പറഞ്ഞ് ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വന്നതാണോ? ഒന്നും തന്നെ അച്ഛൻ ഇതുവരെ ഞങ്ങളോട് പറഞ്ഞിട്ടില്ല. അന്ന് ആ സമയത്ത് ഞങ്ങളൊക്കെ ചെറുതല്ലേ, ഞങ്ങൾക്കതൊക്കെ എങ്ങനെ ഫീൽ ചെയ്യുമെന്ന് പോലും അച്ഛനൊന്നും ആലോചിച്ചിട്ടുണ്ടായിരുന്നില്ല. നിധി ഒന്ന് ആലോചിച്ച് നോക്കിയേ, അന്ന് ഇയാളെ കാണുമ്പോൾ തന്നെ എനിക്ക് വെറുപ്പായിരുന്നു. ഞങ്ങളുടെ അമ്മയെ കൊന്നിട്ട് മറ്റൊരു സ്ത്രീയെ കൂട്ടിക്കൊണ്ട് വന്നിരിക്കുന്നു. അതെങ്ങനെ സഹിക്കാൻ പറ്റും? അറിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ദേഷ്യം വന്നു. അന്ന് നികേഷ് കൈക്കുഞ്ഞാണെങ്കിലും അവനെ കാണുന്നത് പോലും ഞങ്ങൾക്ക് ഇഷ്ടമല്ലായിരുന്നു. അവനതൊന്നും അറിയില്ലല്ലോ, അവനതൊന്നും ഓർമ്മയില്ലെന്നേ. ഞാൻ അവനെ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്. അവൻ അന്ന് ചെറിയ കുഞ്ഞല്ലായിരുന്നോ? എന്തൊക്കെ പറഞ്ഞാലും അങ്ങനെ അവനെ വെറുക്കാൻ പറ്റുമോ ഞങ്ങൾക്ക്? ആരും ഇല്ലാതെ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് അവൻ്റെ ചിരിയും കളിയും തമാശയും അവൻ്റെ കുസൃതിയൊക്കെ കണ്ട ഞങ്ങൾ സന്തോഷം കണ്ടെത്തിക്കൊണ്ടിരുന്നത്. അയാൾ ചെയ്ത തെറ്റിന് ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? പതിയെ പതിയെ അവൻ ഞങ്ങളുടെ സ്വന്തം അനിയനായിട്ട് തന്നെ മാറുകയായിരുന്നു. പക്ഷേ ആ സ്ത്രീ ഞങ്ങളെക്കുറിച്ച് എന്ത് വിചാരിച്ചതെന്നൊന്നും ഞങ്ങൾക്കറിയില്ല. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ആ സ്ത്രീ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയി. നികേഷിനെ ഇവിടെ നിർത്തിയിട്ട് ആ സ്ത്രീ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയതും. നികേഷിന് പിന്നെ ഓർമ്മ വെച്ച നാളിൽ അവരാണ് അമ്മ എന്ന് പറഞ്ഞു കൊടുക്കാൻ മാത്രം അവരിവിടെ ഇല്ലായിരുന്നല്ലോ. സത്യം പറഞ്ഞാൽ അവൻ ഒരിക്കലും ഈ കാര്യങ്ങൾ അറിയരുതെന്ന് മാത്രം ഞങ്ങൾ ആഗ്രഹിച്ചിട്ടുള്ളൂ. അന്ന് ഞങ്ങൾ തീരുമാനിച്ചതാ ഇനി ഒരിക്കലും നികേഷ് ഈ സത്യങ്ങളൊന്നും തന്നെ അറിയാൻ പാടില്ല എന്ന്. ഞങ്ങൾ 3 പേരും അവൻ്റെ സ്വന്തം ഏട്ടന്മാരെ പോലെ കണ്ടു തന്നെ ഇതുവരെ വളർത്തിയത്. ഈ സത്യം ഒന്നും ഒരിക്കലും അവൻ അറിയരുതെന്ന് ഒരുപാട് ഞങ്ങൾ ആഗ്രഹിച്ചതാ. പക്ഷെ ഇപ്പോൾ കണ്ടില്ലേ, ആര് ഈ സത്യങ്ങളൊക്കെ അറിയരുതെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചോ അവനിപ്പോൾ എല്ലാ സത്യങ്ങളും അറിയുകയും ചെയ്തു. അവനൊരു പാവമാന്നേ, അവനിതൊന്നും താങ്ങാനുള്ള ശേഷിയില്ല. അത്രയ്ക്ക് മനസ്സിന് കട്ടിയൊന്നും ഇല്ല അവൻ എന്നൊക്കെ പറഞ്ഞ് സുധീഷ് ഇങ്ങനെ കരയുകയാട്ടോ. ഇത് കണ്ടിട്ട് നിധിക്കാകെ വല്ലാത്ത സങ്കടം തോന്നുകയാണ്. കാരണം എല്ലാവരും കരയുകയാണ്. ആ വീട്ടിലെ നിധിക്ക് ഏറ്റവും ഇഷ്ടം നികേഷിനെയും സുഭാഷ് ചേട്ടനെയും ആണല്ലോ. അവർ രണ്ടുപേരും കരയുന്ന കാണുന്നതിന് നിധിക്ക് സഹിക്കാനും പറ്റുന്നില്ല. അത് കണ്ട് നിധിയുടെ കണ്ണും നിറയുകയാട്ടോ. നിധിയും അവരോടൊപ്പം തന്നെ കരയുന്നുണ്ട്. മറ്റൊരു സ്ത്രീയിലുണ്ടായ കുഞ്ഞാണെന്ന് അറിഞ്ഞിട്ട് പോലും ഇവർ 3 പേരും നികേഷിനെ സ്വന്തം അനിയനെ പോലെയല്ലേ സ്നേഹിച്ചത്. അവൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കി അവൻ ഈ കാര്യങ്ങളൊന്നും അറിയിക്കാതെ ഇത്രയും നാളും അവനിൽ നിന്ന് ഈ രഹസ്യമൊക്കെ മറച്ചു വെച്ച് അവനെ സന്തോഷത്തോടെയല്ലേ നോക്കിയെന്നൊക്കെ നമ്മുടെ നിധി ഇങ്ങനെ മനസ്സിലാലോചിക്കാം കേട്ടോ. അവരുടെ സ്നേഹം കണ്ട് നിധിക്ക് ഒരുപാട് സന്തോഷമാവുകയാണ്. പിന്നീട് നികേഷ് അച്ഛൻ്റെ അടുത്തേക്ക് വന്ന് എല്ലാ പ്രശ്നങ്ങൾക്കും നിങ്ങൾ ഒറ്റൊരാളാണ് കാരണം, എന്തുകൊണ്ടാ ഇതൊന്നും നിങ്ങൾ എന്നോട് നേരത്തെ പറഞ്ഞില്ല എന്നിങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. പറഞ്ഞിട്ട് നീ എന്ത് ചെയ്യാനാടാ? അല്ലെങ്കിൽ തന്നെ ഇതൊക്കെ നിന്നോട് പറഞ്ഞിട്ട് എന്താ കാര്യം എന്നിങ്ങനെ അച്ഛൻ തിരിച്ച് ചോദിക്കുകയാണ് നികേഷിൻ്റെ അടുത്ത്. നിങ്ങൾ എത്ര കല്യാണം കഴിച്ചെങ്കിലും എനിക്കതൊന്നും ഒരു പ്രശ്നമല്ല. എന്നാൽ ഇത്രയും നാളും ഞാൻ എൻ്റെ സ്വന്തം ഏട്ടന്മാരെ പോലെ അവരെ കണ്ടത്. പെട്ടെന്ന് ഒരു നിമിഷം അവരെൻ്റെ സ്വന്തം അല്ലെന്ന് അറിയുമ്പോൾ എനിക്കത് താങ്ങാനാകുന്നില്ലെന്ന് തന്നെ നികേഷ് പറയുക കേട്ടോ. എൻ്റെ ഏട്ടന്മാരുടെ അമ്മ വേറെ, എൻ്റെ അമ്മ വേറെ. അത് കേട്ടാൽ തന്നെ എനിക്ക് എത്ര സങ്കടമാകുമെന്നറിയുമോ? നിങ്ങൾ എൻ്റെ അച്ഛൻ തന്നെയല്ലേ? നിങ്ങൾക്ക് എന്നോട് ഈ സത്യങ്ങളൊക്കെ നേരത്തെ പറയരുതായിരുന്നോ എന്നിങ്ങനെ ചോദിക്കാട്ടോ നികേഷ്. ഞാൻ ഈ സത്യങ്ങളെല്ലാം നേരത്തെ തന്നെ അറിയേണ്ടതായിരുന്നു. എൻ്റെ സ്വന്തം ഏട്ടന്മാരെ പോലെ അവരെനിക്ക് എല്ലാം ചെയ്തു തന്നത്, എന്നെ സ്നേഹിച്ചത്. ഞാൻ മറ്റൊരു സ്ത്രീയിലുണ്ടായ കുഞ്ഞാണെന്ന് അറിഞ്ഞിട്ടും എൻ്റെ ഏട്ടന്മാർ എന്നെ എന്ത് നന്നായിട്ടാണ് കെയർ ചെയ്തേ. എന്നാൽ നിങ്ങൾക്ക് ആ ഒരു തോന്നൽ വല്ലതും ഉണ്ടായിട്ടുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. പറ, നിങ്ങൾ തന്നെ ഇതിനുള്ള മറുപടി പറ. എന്തിനാണ് നിങ്ങൾ ഇതുപോലുള്ള ദ്രോഹങ്ങളൊക്കെ ചെയ്യുന്നത്? എവിടുന്ന് ഒരു പെണ്ണിനെ കൊണ്ടുവന്നു? അവരുടെ മോനാ ഞാനെന്നുള്ള കാര്യം നിങ്ങൾ എന്നോടെങ്കിലും ഒന്ന് പറയേണ്ടതല്ലായിരുന്നോ? എന്തിനാ വെറുതെ എൻ്റെ ഏട്ടന്മാരെ ഇത്രയും കഷ്ടപ്പെടുത്തിയെന്നൊക്കെ ചോദിച്ച് ദേഷ്യപ്പെടുകയാണ് കേട്ടോ നികേഷ്. അപ്പോഴേക്കും അച്ഛൻ തിരിച്ച് നികേഷിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, എടാ ഇറക്ക, നീ എന്ത് കണ്ടിട്ട് ഈ കിടന്ന് ഒച്ച വെച്ചുകൊണ്ടിരിക്കുന്നത്? ഇപ്പോഴല്ലേ നീ വളർന്ന് വലുതായത്?
പിറന്നു വീണ നിന്നോട് അന്നേരം തന്നെ ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറയണമായിരുന്നു. എന്തുവാടെ ഇറക്ക വെളിവില്ലാതെ ഇങ്ങനെ സംസാരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് നികേഷിനെ ഒഴിവാക്കി വിടാനായിട്ട് നോക്കിയാട്ടോ നമ്മുടെ അച്ഛൻ. അപ്പോഴേക്കും നികേഷ് പറയുന്നുണ്ട്, ഇതെനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല, അത്രത്തോളം എനിക്ക് വിഷമമുണ്ട്, ഇതുപോലെ വിഷമിക്കേണ്ടി വരുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചതല്ല എന്നൊക്കെ പറഞ്ഞിട്ട് നികേഷ് പിന്നെയും കരയാട്ടോ. എൻ്റെ അമ്മ ആരാ? അമ്മ ഇപ്പൊ ജീവനോടെ ഉണ്ടോ ഇല്ലയോ? നിങ്ങൾ അവരെ കല്യാണം കഴിച്ചതാണോ? ഇതൊന്നും എനിക്കറിയില്ല. ഈ ഒറ്റ കാരണം കൊണ്ടാണല്ലേ ഈ നാട്ടുകാർ മുഴുവൻ എന്നെ പുറ്റത്തോടെ തന്നെ നോക്കിയത്. ഞാൻ വെറും തരം താഴ്ന്നവനാണല്ലോ, രണ്ടാം ഘട്ടിലെ ഭാര്യയ്ക്കുണ്ടായ മകനാണല്ലോ അല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ നികേഷ് വീണ്ടും പൊട്ടി പൊട്ടി കരയുകയാണ്. എനിക്കറിയാം, ഏട്ടന്മാര് എൻ്റെ സ്വന്തം ഏട്ടന്മാരല്ല, അവർ 3 പേരും ചേട്ടനനിയന്മാരാണ്. ഞാൻ അവരുടെ കൂട്ടത്തിലല്ലല്ലോ. അവരെ പ്രസവിച്ച അമ്മയല്ലല്ലോ എന്നെയും പ്രസവിച്ചത്, എൻ്റെ അമ്മ വേറെയല്ലേ എന്നൊക്കെ പറഞ്ഞ് നികേഷ് ഇങ്ങനെ ദേഷ്യപ്പെട്ട് സംസാരിക്കാം കേട്ടോ. അപ്പോഴേക്കും ദേഷ്യത്തോടെ തന്നെ അച്ഛൻ പറയുന്നുണ്ട്, ഒന്ന് പോടാ വെറുതെ, ചുമ്മാ ഓരോന്ന് വായി തോന്ന് വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കാതെ കയറിപ്പോ, അകത്തെങ്ങാനും പോയിരിക്കുക എന്നൊക്കെ പറഞ്ഞ് നികേഷിനെ ഓരോന്ന് പറഞ്ഞ് ഒഴിവാക്കി വിടാനായിട്ട് നോക്കി കേട്ടോ. നികേഷ് ആണെങ്കിൽ നല്ല വിഷമത്തിലുമാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആരെങ്കിലും സ്നേഹിക്കാൻ അറിയാവോ? എല്ലാവരെയും വെറുപ്പിക്കാനല്ലേ നിങ്ങൾക്ക് അറിയാവുള്ളൂ. സ്നേഹം എന്ന് പറഞ്ഞാൽ എന്താണെന്നെങ്കിലും നിങ്ങൾക്ക് അറിയാവോ? അത് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. എൻ്റെ മനസ്സിന് എത്രത്തോളം വിഷമമുണ്ടെന്നുള്ളതൊന്നും നിങ്ങൾക്ക് ഒരിക്കലും മനസ്സിലാകത്തില്ല. നിങ്ങളൊരു നല്ല അച്ഛനല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ നികേഷ് അവിടെ നിന്ന് ഇറങ്ങി വെളിയിലേക്ക് പോവുകയാണ്. അങ്ങനെ സങ്കടപ്പെട്ട് പുറത്തേക്ക് ഇറങ്ങി പോയതാണെങ്കിലും വൈകുന്നേരമായിട്ട് പോലും അവൻ തിരിച്ച് വീട്ടിലേക്ക് കയറി വന്നില്ല. നികേഷ് ഇതുവരെ വന്നിട്ടില്ലല്ലോ, ഇത്രയും നേരം വൈകി അവൻ വരാറില്ലല്ലോ, അവൻ വരേണ്ട സമയമൊക്കെ കഴിഞ്ഞു. അവൻ എവിടെയെങ്കിലും പോയാൽ എന്നെ വിളിച്ച് പറയാതെ പോവില്ല. നിധി സുധീഷിനോട് പറയുന്നുണ്ട്, ഇന്ന് രാവിലെ മുതലേ അവൻ വളരെ അപ്സെറ്റ് ആയിരുന്നു. ഫോൺ വിളിച്ചിട്ട് പോലും അവനെ കിട്ടുന്നില്ല, അവൻ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിരിക്കുക. എനിക്കറിയാം അവന് നല്ല വിഷമമായിട്ടുണ്ട്. രാവിലെ സംഭവിച്ചത് അവൻ ഒട്ടും തന്നെ സഹിക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല. പാവം, അവൻ്റെ മനസ്സിൽ നല്ല വിഷമമുണ്ടെന്നൊക്കെ തന്നെ നമ്മുടെ നിധി ഇങ്ങനെ സുധീഷിൻ്റെ അടുത്ത് പറയുകയാണ് കേട്ടോ. അപ്പോഴേക്കും സുധീഷ് പറയുന്നുണ്ട്, ഏയ് അവൻ അങ്ങനെയൊന്നും മാറി നിൽക്കില്ലെന്നേ, അവന് നല്ല വിഷമമുണ്ടെന്നുള്ളത് ഞങ്ങൾക്കറിയാം. പിന്നെ അവനെ ആശ്വസിപ്പിക്കാൻ ചെന്നാലും അവൻ കരയുകയേ ഉള്ളൂ. അതുകൊണ്ട് അവൻ കുറച്ച് സമയം തന്നെ ഇരിക്കട്ടെ എന്നോർത്ത് ഞങ്ങൾ അവനെ വെറുതെ വിട്ടത്. അവൻ്റെ കാര്യം ഓർത്ത് നീ സങ്കടപ്പെടാതിരിക്കെ, ഞാനൊന്ന് പോയി നോക്കിയിട്ട് വരാം എന്നും പറഞ്ഞ് തന്നെ സുധീഷ് അവനെ അന്വേഷിച്ച് പോകുന്നുണ്ട്. സുധീഷ് നികേഷിനെ അന്വേഷിച്ച് പോയെങ്കിലും നിധിക്ക് ഒരു സമാധാനം തന്നെ ഉണ്ടായിരുന്നില്ല. ഉടനെ തന്നെ നിധി സുഭാഷ് ചേട്ടനെയും അതുപോലെ ഹരീഷിനെയൊക്കെ വിളിച്ച് കാര്യമൊക്കെ പറയുകയാണ്. അങ്ങനെ അവർ 3 പേരും നികേഷിനെ അന്വേഷിച്ച് എല്ലാ സ്ഥലത്തേക്കും പോവുകയാണ്. എന്നാൽ നികേഷ് വീട്ടിൽ നിന്ന് പോയിട്ട് ഇതുവരെ തിരിച്ച് വന്നിട്ടില്ല എന്നുള്ള കാര്യങ്ങളൊന്നും തന്നെ അച്ഛൻ അറിഞ്ഞിട്ടുമില്ല. അച്ഛൻ തിരിച്ച് വീട്ടിൽ വന്നു കഴിയുമ്പോഴേക്കും നികേഷ് ഇതുവരെ വീട്ടിലേക്ക് തിരിച്ചു വന്നില്ലെന്നും അവൻ എവിടെ പോയതാന്ന് അച്ഛനോട് വല്ലതും പറഞ്ഞായിരുന്നോ, അച്ഛൻ വല്ലതും അറിഞ്ഞായിരുന്നോ, അവനെ കണ്ടായിരുന്നോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് അച്ഛൻ്റെ അടുത്ത് നിധി. അപ്പോഴേക്കും അച്ഛൻ തിരിച്ച് നിധിയോട് പറയുന്നുണ്ട്, അതെങ്ങനെ എനിക്കറിയാം, അവൻ എവിടെ പോയാലും എന്നോട് പറഞ്ഞിട്ടാണ് പോകാറുള്ളത്, പിന്നെ എന്തിനാ എന്നോട് ചോദിക്കുന്നത് എന്നിങ്ങനെ അയാൾ പറയുക കേട്ടോ. അപ്പോൾ നിധി പറയുന്നുണ്ട്, അത് നികേഷ് ഇതുവരെ വീട്ടിലേക്ക് തിരിച്ച് വന്നിട്ടില്ല, ഉച്ചയ്ക്ക് പോയതല്ലേ അവൻ. സുഭാഷ് ചേട്ടനും സുധീഷും ഹരീഷും നികേഷിനെ അന്വേഷിച്ചാണ് പോയിരിക്കുന്നത് എന്നിങ്ങനെ പറയുമ്പോഴേക്കും അയാൾ പറയുന്നുണ്ട്, അവൻ തിരിച്ചു വന്നോളൂന്നേ, അവൻ എന്താ കൈക്കുഞ്ഞു വല്ലതും ആണോ, പോയവന് തിരിച്ചും വരാൻ അറിയാമല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ഒരു കൂസലും ഇല്ലാതെ തന്നെ അയാൾ അവിടെ ഇരിക്കുകയാണ് കേട്ടോ. നിധി ചോദിക്കുന്നുണ്ട്, അത് പറഞ്ഞ് ഇവിടെ ഇങ്ങനെ ഇരുന്നാൽ മതിയോ, രാത്രിയായില്ലേ സമയം. ഇന്ന് രാവിലത്തെ സംഭവം അവന് നന്നായിട്ട് വിഷമമായിട്ടുണ്ട്. ആ വിഷമത്തിൽ അവൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത്. ഇത്ര നേരമായിട്ടും അവൻ ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല. ആ സ്ഥിതിക്ക് അവനെ അന്വേഷിക്കണ്ടേ എന്നിങ്ങനെ നിധി ചോദിക്കുമ്പോഴേക്കും, മോളെ അവൻ എവിടെയാ പോയെന്നുള്ളത് നമ്മളോട് പറഞ്ഞിട്ടാണ് പോയേ, നമുക്കറിയില്ലല്ലോ, പിന്നെ അവനുള്ള സ്ഥലം എങ്ങനെ കണ്ടുപിടിക്കാനാ എന്നിങ്ങനെ അയാൾ ചോദിക്കുകയാണ്. അതത്ര വലിയ കാര്യമാക്കാനൊന്നും ഇല്ലെന്നേ, അത് വിട്ടേക്ക്, അവൻ ചുറ്റിക്കറങ്ങി തിരിച്ച് ഇങ്ങോട്ടേക്ക് തന്നെ വന്നോളും. മോള് പോയി കിടന്നോ, അവന്മാരിപ്പോൾ അവനെ കൂട്ടിക്കൊണ്ട് വന്നോളും എന്നും പറഞ്ഞുകൊണ്ട് തന്നെ അയാൾ അയാളുടെ കട്ടിലിൽ പോയി കിടക്കുന്നുണ്ട്. ഭാസ്കരൻ അങ്ങനെ പറഞ്ഞെങ്കിലും അയാളുടെ മനസ്സിലും നല്ല വിഷമമുണ്ട്. കിടക്കയിൽ കിടന്നുകൊണ്ട് തന്നെ ആരും കാണാതെ നികേഷിനെ കുറിച്ച് ഓർത്ത് സങ്കടപ്പെടുന്നുണ്ടായിരുന്നു അയാൾ. നിധിക്കാണെങ്കിലും ഒരു സമാധാനമില്ല കേട്ടോ. നിധി സുധീഷിനെ ഫോൺ വിളിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്, എന്തായി, അവനെ കണ്ടോ, നികേഷിനെ കണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോഴേക്കും, ഇല്ല, അവനെ ഞങ്ങൾ തിരഞ്ഞുകൊണ്ടിരിക്കുക എന്ന് സുധീഷ് ഇങ്ങനെ മറുപടി പറയുന്നുണ്ട്. നിധി പറയുന്നുണ്ട്, എനിക്കൊരു ഡൗട്ടുണ്ട്, അതായത് നികേഷ് റെഗുലറായിട്ട് പോകാറുള്ളൊരു ബീച്ചുണ്ടല്ലോ, അവിടെ അവൻ കാണുമെന്ന് എനിക്കൊരു സംശയമുണ്ട്. അവിടെ അവൻ ഇടയ്ക്കിടയ്ക്ക് പോകാറുള്ളതും അല്ലേ, അവിടെ ഒന്ന് പോയി അന്വേഷിച്ചാലോ, മിക്കപ്പോഴും അവന് വിഷമമാകുമ്പോൾ അവൻ അവിടെ പോയി ഇരിക്കാറുണ്ടെന്നൊക്കെയാണ് പറഞ്ഞത്. എന്നാൽ ഒരു കാര്യം ചെയ്യും, നിങ്ങൾ നേരെ അവിടെ പോയി അന്വേഷിക്കുന്നൊക്കെ തന്നെ പറയുക കേട്ടോ. അപ്പോൾ സുധീഷ് പറയുന്നുണ്ട്, ആണോ, എങ്കിൽ ഞങ്ങൾ അവിടെ പോയി ഒന്ന് നോക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് തന്നെ സുധീഷ് ഫോൺ കട്ട് ചെയ്യുക കേട്ടോ. അങ്ങനെ അവർ 3 പേരും കൂടെ നേരെ ബീച്ചിൻ്റെ സൈഡിലോട്ട് പോവുകയാണ്. അപ്പോൾ ബീച്ചിൻ്റെ സൈഡിൽ മണലിൽ കുത്തിയിരിക്കുന്ന നികേഷിനെ അവർ കാണുന്നുണ്ട്. നികേഷ് ആണെങ്കിലും ഇതുവരെ ആ ഒരു ഷോക്കിൽ നിന്ന് റിക്കവർ ആയിട്ടില്ല കേട്ടോ, ഭയങ്കര വിഷമത്തിൽ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. 3 പേരും കൂടെ അങ്ങോട്ടേക്ക് ചെന്ന് നികേഷിനെ സമാധാനിപ്പിക്കുകയും ശകാരിക്കുകയും ചെയ്യുന്നുണ്ട്. കാരണം ഇത്രയും നേരമായിട്ട് അവൻ തിരിച്ച് വീട്ടിലേക്ക് മടങ്ങി വന്നില്ലല്ലോ. ഇതിൻ്റെ പേരും പറഞ്ഞ് അവൻ ഇങ്ങനെ തന്നെ ഇത്രയും ദൂരം മാറിയിരുന്നത് അവർക്ക് ഒരുപാട് ടെൻഷൻ ആക്കിയിട്ടുണ്ടെന്നൊക്കെ ഉള്ളത് നികേഷിന് മനസ്സിലാവുകയാണ് കേട്ടോ. സ്നേഹക്കൂടുതൽ കൊണ്ട് നികേഷിനെ തല്ലിയില്ലെന്നേ ഉള്ളൂ, ബാക്കിയെല്ലാം തന്നെ അവർ പറയുകയും ചെയ്തു.
ഏട്ടന്മാരുടെ സ്നേഹം കണ്ടിട്ടും അവരുടെ കരുതൽ കണ്ടിട്ടും അവസാനം അവർ 4 പേരും ആ ബീച്ചിന് സൈഡിൽ കെട്ടിപ്പിടിച്ച് നിന്ന് കരയുകയാണ് കേട്ടോ. ഇനി ആരെന്ത് പറഞ്ഞാലും എന്ത് സംഭവിച്ചാലും നമ്മൾ 4 പേരും എന്നും ഒറ്റക്കെട്ടായിട്ടിരിക്കും. നമ്മളെ പിരിക്കാൻ ആർക്കും കഴിയില്ല. നീ ഞങ്ങളുടെ സ്വന്തം അനിയൻ തന്നെയാ. ഇനി അതിനൊരു മാറ്റവും ഇല്ല എന്നൊക്കെ തന്നെ പറഞ്ഞ് സുഭാഷും സുധീഷും ഹരീഷും നികേഷിനെ സമാധാനിപ്പിക്കുകയാണ്. അങ്ങനെ അവർ 4 പേരും കൂടെ തിരിച്ച് വീട്ടിലേക്ക് ചെല്ലുകയാണ് കേട്ടോ. ഇനി ഇതുപോലെ നിങ്ങളോട് പറയാതെ എങ്ങോട്ടേക്കും പോകില്ല എന്നൊക്കെ തന്നെ നികേഷ് അവർക്ക് ഉറപ്പ് നൽകുകയും ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ തന്നെ എന്നെ ഉപേക്ഷിച്ച് പോയ ആ സ്ത്രീയെക്കുറിച്ച് ഓർത്ത് ഞാൻ എന്തിനാ വിഷമിക്കുന്നേ? എന്നെ ഇത്രയും കാര്യമായിട്ട് സ്നേഹിക്കാനും സ്വന്തം അനിയനെ പോലെ കൊണ്ടു നടക്കാനും എല്ലാം നോക്കാനും ഒക്കെ എൻ്റെ ഏട്ടന്മാരുള്ളപ്പോൾ ഞാൻ എന്തിനു വിഷമിക്കണം എന്നൊക്കെ തന്നെ നികേഷ് പറയുന്നുമുണ്ട്. അങ്ങനെ ഇനി പഴയതുപോലെ തന്നെ സ്നേഹത്തോടെ ഏട്ടന്മാരുടെ കൂടെ കഴിഞ്ഞോളാം എന്നൊക്കെ തന്നെ അവൻ ഉറപ്പ് പറയുക കേട്ടോ. അതിനുശേഷം അവർ 4 പേരും തിരികെ വീട്ടിൽ വരികയാണ് കേട്ടോ. ആ സമയത്ത് ഭാസ്കരൻ എഴുന്നേറ്റ് ചോദിക്കുന്നുണ്ട്, ഡാ നീ ഇത് എവിടെ പോയി കിടക്കുകയായിരുന്നടാ? ബാക്കിയുള്ളവർ ഇവിടെ തീ തിന്നോണ്ടിരിക്കുകയായിരുന്നു. എവിടെ പോകണേലും പറഞ്ഞിട്ട് പോയിക്കൂടെ നിനക്ക്? പാവം മോള് പോലും നിന്നെ കാണാതെ വിഷമിച്ചു പോയി എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ. നികേഷിന് ഇത് കേൾക്കുമ്പോൾ ശരിക്കും ദേഷ്യമാണ് വരുന്നത്. ഒന്നും മിണ്ടാതെ തന്നെ സുധീഷ് അവനെയും കൂട്ടിക്കൊണ്ട് അകത്തേക്ക് കയറി പോവുകയാണേ. നികേഷ് ആ സമയത്ത് ഒന്നും തന്നെ പറയുന്നില്ല. കാരണം പറഞ്ഞാൽ എന്തെങ്കിലും കൂടി പോകും എന്നുള്ളത് അറിയാം. അതുകൊണ്ട് ഒന്നും പറയുന്നില്ല. നികേഷിനെ കൂട്ടിക്കൊണ്ട് ഇവരെങ്ങോട്ടേക്ക് വരുന്നതും കാത്തിരിക്കുകയായിരുന്നു നിധി. നികേഷ് അങ്ങോട്ടേക്ക് കയറി വരുമ്പോഴേക്കും തന്നെ നിധി നികേഷിനെ സമാധാനിപ്പിക്കുകയാണ്. എന്തുവാണ് നീ കാണിച്ചത്? ഇവിടെ ഇത്രയും പേര് നിന്നെ സ്നേഹിക്കാനുള്ളപ്പോൾ നീ പഴയ കാര്യങ്ങളൊക്കെ ഓർത്ത് ഇങ്ങനെ വിഷമിക്കേണ്ട കാര്യം എന്താ ഉള്ളത്? നിന്നെ പൊന്നുപോലെ നോക്കാനും സ്നേഹിക്കാനും 3 ഏട്ടന്മാരുള്ളപ്പോൾ പിന്നെ നീ എന്തിനാ നിന്നെ ഉപേക്ഷിച്ചു പോയ സ്ത്രീയെക്കുറിച്ച് ഓർത്ത് ഇങ്ങനെ വിഷമിക്കുന്നത്? അതൊക്കെ കഴിഞ്ഞു പോയ കാര്യങ്ങളില്ലേ. ഇനി അതൊന്നും ഓർത്ത് നീ വിഷമിക്കേണ്ട. ഇനി അങ്ങോട്ടേക്കുള്ള കാര്യങ്ങൾ മാത്രം നീ ചിന്തിച്ചാൽ മതി. അതൊക്കെ കഴിഞ്ഞു പോയി, ഇനി അത് വിട്ടേരെ എന്നും പറഞ്ഞുകൊണ്ട് തന്നെ നിധി അവരെ സമാധാനിപ്പിക്കുന്നുണ്ട്. പിറ്റേ ദിവസമായിട്ടും നികേഷിന്റെ മനസ്സിൽ ഇത് തന്നെയാണ് കേട്ടോ. അങ്ങനെ പെട്ടെന്നൊന്നും മറക്കാൻ കഴിയില്ലല്ലോ. ഇത്രയും നാളും ഒരമ്മയുടെ വയറ്റിൽ പിറന്ന മക്കളാണെന്നാണല്ലോ വിചാരിച്ചിരുന്നത്. പെട്ടെന്നൊരു ദിവസം താൻ മാത്രം വേറൊരു സ്ത്രീക്ക് ഉണ്ടായതാണെന്ന് കേട്ടപ്പോൾ മുതലേ അവൻ വല്ലാതെ ഡിസ്റ്റർബ്ഡ് ആയിരുന്നു. ആരൊക്കെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചിട്ടും ആ ഒരു കാര്യം മാത്രം അവൻ്റെ മനസ്സിൽ നിന്ന് മാറുന്നേയില്ല. കിച്ചണിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന സുഭാഷ് ചേട്ടൻ്റെ അടുത്ത് വന്നിട്ട് നികേഷ് ചോദിക്കുന്നുണ്ട്, സുഭാഷ് ചേട്ടാ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? എൻ്റെ അമ്മ ഇപ്പോഴും ജീവനോട് ഇരിപ്പുണ്ടോ? സുഭാഷിന് പെട്ടെന്ന് ഒരു മറുപടി കൊടുക്കാൻ പറ്റിയില്ല. അത് കേട്ട് സുഭാഷ് ആകെ വല്ലാണ്ടായി നിൽക്കുകയാണ് കേട്ടോ. അവരിപ്പോൾ എവിടെയുണ്ട് സുഭാഷ് ചേട്ടാ? അവരുടെ നാട് ഏതെന്നറിയാവോ? നാട്ടിലെല്ലാവരും അച്ഛൻ ആ സ്ത്രീയെ വിളിച്ചോണ്ട് വന്ന കഥയൊക്കെ പറയുന്നുണ്ടല്ലോ. അവരിപ്പോൾ ജീവനോടെ ഉണ്ടോ ഇല്ലയോ അതറിഞ്ഞാൽ മതി എന്ന് പറയുമ്പോഴേക്കും സുഭാഷ് ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. ഇങ്ങനെ സങ്കടത്തോടെ നികേഷിനെ നോക്കുകയാണ്. ശരിയെന്നാ അത് വിട്ടേക്ക്. അവരിങ്ങോട്ടേക്ക് വന്നപ്പോൾ നിങ്ങളെയൊക്കെ അവർ നോക്കിയിരുന്നോ? അച്ഛൻ ആ സ്ത്രീയെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വന്നപ്പോൾ അവർ നിങ്ങളെയൊക്കെ നോക്കിയിരുന്നോ? എല്ലാവർക്കും ഉള്ള ആഹാരമൊക്കെ അവരാണ് ഉണ്ടാക്കി തന്നുകൊണ്ടിരുന്നത്. എല്ലാവരുടെയും കാര്യങ്ങൾ ഭംഗിയായിട്ട് നോക്കിയായിരുന്നോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണേ. എല്ലാവരോടും അവർ സ്നേഹത്തോടെ തന്നെയാണ് പെരുമാറിയിരുന്നത്. അവരെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വന്നപ്പോൾ നിങ്ങൾക്ക് അവരുടെ ദേഷ്യമാണോ അതോ സ്നേഹമാണോ ഉണ്ടായത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ നികേഷ്. അപ്പം ഈ ചോദ്യങ്ങൾക്കൊന്നും തന്നെ മറുപടി പറയാനാകാതെ സുഭാഷ് ഇങ്ങനെ വേർത്ത് നിൽക്കുകയാണ്. എന്നിട്ട് നികേഷിനെ ഒന്ന് സമാധാനിപ്പിക്കാനായിട്ട് തന്നെ സുഭാഷ് പറയുന്നുണ്ട്, ഇല്ല മോൻ്റെ അമ്മ ഇങ്ങോട്ടേക്ക് വന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമല്ലേ ഉള്ളൂ. ഞങ്ങൾ എന്തിനാ അവരോട് ദേഷ്യം കാണിക്കുന്നേ? അന്ന് ഞങ്ങൾക്കെല്ലാം ചെറിയ പ്രായമായിരുന്നല്ലോ. ആ സമയത്ത് ഈ വീട്ടിലെ കാര്യങ്ങളെല്ലാം നോക്കാനായിട്ട് ഒരാൾ ഇവിടെ വന്നപ്പോൾ അതിൻ്റെതായ സന്തോഷം എല്ലാവർക്കും ഉണ്ടായിരുന്നൊക്കെ പറയുക കേട്ടോ. അപ്പോൾ നികേഷ് പറയുന്നുണ്ട്, അത് വെറുതെ പറയുന്നതല്ലേ സുഭാഷ് ചേട്ടാ? അങ്ങനെ ഒരു സാഹചര്യത്തിൽ അച്ഛൻ പെട്ടെന്ന് എന്നെയും അമ്മയും കൂട്ടിക്കൊണ്ട് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ അത് നിങ്ങൾക്ക് ദേഷ്യമല്ലേ ഉണ്ടാക്കിയിട്ടുള്ളൂ. ആരായാലും ദേഷ്യം വരുമല്ലോ. അപ്പം എന്നെയും കൂട്ടി ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ നിങ്ങൾക്ക് ഉറപ്പായും ദേഷ്യം വന്നിട്ടുണ്ടാവും. അതല്ലേ സത്യം എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും അങ്ങനെയൊന്നും അല്ലടാ എന്നൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ സുഭാഷ് ശ്രമിക്കുന്നുണ്ട്. അല്ലേ സുഭാഷ് ചേട്ടാ, ആ സ്ത്രീ എന്നെ ഉപേക്ഷിച്ച് പോയതിനു ശേഷമാണോ എന്നെ നിങ്ങൾ സ്വന്തം അനിയനെ പോലെ ഏറ്റെടുത്ത് വളർത്തിയത്? അതോ അതിനു മുമ്പേ നിങ്ങൾക്ക് എന്നോട് സ്നേഹം ഉണ്ടായിരുന്നോ എന്നൊക്കെ ഇങ്ങനെ അവൻ വീണ്ടും വീണ്ടും ചോദിക്കുക കേട്ടോ. അപ്പോൾ സുഭാഷ് പറയുന്നുണ്ട്, എടാ മോനെ അങ്ങനെയൊന്നും അല്ല. നമ്മളൊക്കെ ഒരേ അച്ഛൻ്റെ മക്കൾ തന്നെയല്ലേ. ആ ഫോട്ടോ കണ്ടതാ നിനക്കിപ്പോൾ ഇത്രയും വലിയ പ്രശ്നമായത്. ഇനി ഒരു കാര്യം ചെയ്യ്, ഇതൊന്നും ഓർത്തിനി നീ വെറുതെ മനസ്സിലിട്ട് കുഴപ്പിക്കരുത്. ആ ഫോട്ടോ ഒന്നും കണ്ടിട്ടില്ല എന്ന് തന്നെ നീ അങ്ങ് കരുതിയാൽ മതി. അതൊക്കെ കഴിഞ്ഞു പോയ കാര്യമല്ലേ മോനെ. ഇനി അതൊന്നും ഓർത്ത് നീ വിഷമിക്കാൻ നിൽക്കരുത്. ഇനി നീ നിന്റെ പഠിത്തത്തിൽ മാത്രം ശ്രദ്ധിക്കണം. എക്സാമൊക്കെ വരുമല്ലേ, നീ പഠിച്ച് നല്ല നിലയിൽ എത്തണമെന്നാണ് ഞങ്ങളുടെ 3 പേരുടെ ആഗ്രഹം. ഞങ്ങൾ ചെറുപ്പം മുതലേ കുറേ അപമാനം സഹിച്ചിട്ടുണ്ട്, കുറേ നാണം കിട്ടിയിട്ടുണ്ട്, അതുപോലെ കുറേ കഷ്ടപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഇനി എന്തിനാ പിന്നെ ആ കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ എടുത്തിടുന്നേ? അത് വിട്ട് കളഞ്ഞേക്കേ. അതും ഇനി മനസ്സിലിട്ട് നീ വിഷമിക്കാൻ നിൽക്കേണ്ടെന്നൊക്കെ തന്നെ പറയുകയാണ് സുഭാഷ്. പിന്നെ ഒരു കാര്യത്തിന് വേണമെങ്കിൽ ഞാൻ മറുപടി പറയാം. നിന്റെ അമ്മ എവിടേക്കാണ് പോയെന്നുള്ളതൊന്നും എനിക്കറിയില്ല മോനെ. പെട്ടെന്നൊരു ദിവസം അച്ഛനുമായിട്ട് വഴക്കിട്ട് അവരിവിടെ നിന്ന് ഇറങ്ങി പോവുകയായിരുന്നു. അത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. എന്തിനാ വഴക്കിട്ടേന്നോ എന്തിനാ നിന്നെ ഇവിടെ നിർത്തിയിട്ട് പോയെന്നോ ഒന്നും തന്നെ എനിക്കറിയില്ല. അവരിപ്പോൾ ജീവനോടെ ഉണ്ടെങ്കിൽ നിന്നെ കാണാൻ വന്നേനെ. നിന്നോട് അവർക്ക് അത്ര ഇഷ്ടം ഉണ്ടായിരുന്നെങ്കിൽ ഒരിക്കലെങ്കിലും നിന്നെ കാണാൻ അവരിവിടേക്ക് വരേണ്ടതല്ലേ. ഇതുവരെയായിട്ട് അങ്ങനെ വന്നിട്ടില്ലല്ലോ. അപ്പോൾ പിന്നെ ഇനി അവരുടെ കാര്യം ഓർത്ത് മോൻ വെറുതെ ടെൻഷനാകാൻ നിൽക്കേണ്ട.
നീ ഞങ്ങളുടെ സ്വന്തം അനിയനാ, അതിലുപരി നീ ഞങ്ങൾക്ക് ജീവനാ എന്നും പറഞ്ഞ് ഞാൻ സുഭാഷേട്ടൻ നികേഷിനെ കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ട് കേട്ടോ. അങ്ങനെ അതും പറഞ്ഞ് സുഭാഷേട്ടൻ നികേഷിനെ സമാധാനിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. പതിയെ പതിയെ നികേഷിനെ പഴയതുപോലെ തന്നെ ആക്കിയെടുക്കാനായിട്ട് നിധിയും അതുപോലെ സുഭാഷും സുധീഷും ഹരീഷും ഒക്കെ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. താങ്ക്